നമ്മുടെ ഇവിടെയുള്ള മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. പക്ഷെ എന്നാ പറയാനായിട്ടാ നിറച്ച് ഇത്തിൽക്കണ്ണിയാണ് എല്ലാത്തിലും. ഇതിൽ കേറിയിട്ട് ഇത്തിൽക്കണ്ണിയൊക്കെ പറിച്ച് കളയുന്നത് ഇത്തിരി ടാസ്ക്കാണ്. പിന്നെ കേറി പറിക്കുന്ന ആൾക്കാരൊക്കെ തിരക്കുവാണ്. അത് കാരണം നമ്മളൊരു തൂമ്പ വെച്ചിട്ട് ഇതുപോലെ വെട്ടി വെട്ടി താഴോട്ടിടുവായിരുന്നേ. വലിച്ചിടുന്നത് കാരണം തന്നെ മാവിന്റെ കുറച്ച് പൂവൊക്കെ ഇതുപോലെ അതിന്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നേ. ഈ തോട്ടിയുടെ അറ്റത്ത് ഇട്ടേക്കുന്ന അരുവിയില്ലേ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല മൂർച്ചയൊക്കെ ഉള്ള ഒരു സാധനം കേട്ടോ. ഇപ്പൊ കരിക്കിടാനായിട്ടും ഇതുപോലെ ഇത്തിൽക്കണ്ണി പറിക്കാനായിട്ടും ഒക്കെ ആ ഒരു സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത്തിൽക്കണ്ണിയൊക്കെ പറിക്കുന്നത് നോക്കി നിന്നപ്പോഴത്തേക്കിനുമാണ് കൊടിയിലൊക്കെ ഇങ്ങനെ കുരുമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത്. പറിക്കാറായെന്ന് ചോദിച്ചപ്പോൾ മൂത്തതാണെ പറിച്ചോളാൻ പറഞ്ഞു. എനിക്ക് മൂത്തതൊന്നും നോക്കി എടുക്കാനായിട്ടുള്ള കഴിവില്ലാത്തത് കാരണം ഞാൻ കണ്ടതെല്ലാം അങ്ങ് പറിച്ചെടുത്ത് കേട്ടോ. അതിൽ കുറേയൊന്നും മൂക്കാത്തതായിരുന്നു. പിന്നെ ഞാൻ മമ്മിയുടെ കൊടുത്തിട്ട് ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഒരു ക്ലാസ് എടുത്ത് തരുമായിരുന്നു എനിക്ക്. നമുക്ക് പുറകിലായിട്ട് വേറൊരു മാവുണ്ട്. ആ മാവിലാണെങ്കിൽ ഇതുപോലെ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിട്ട് എല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു മാവ് നമ്മുടെ പറമ്പിലെ മുത്തശ്ശി മാവാണ്. അച്ചാച്ചന്റെ ഒക്കെ ചെറുതിലേ തൊട്ടേ അവിടെ ഉള്ളൊരു മാവാണ് കേട്ടോ അത്. ഈ മാവിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് പച്ചയ്ക്ക് കഴിക്കാനായിട്ടും പഴുത്ത് കഴിഞ്ഞ് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. ഒരു മുത്തശ്ശി മാവിന്റെ മക്കള് രണ്ടുപേര് ഇവിടെ അടുത്തായിട്ട് തന്നെ നിപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു മൂവാണ്ട മാങ്ങയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിലും ഇഷ്ടം ഈ ഒരു മാങ്ങ തന്നെയാണ്. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീടിന്റെ സൈഡിൽ ഫുൾ ഇങ്ങനെ പാറപ്പുറമാണെന്ന്. ഈ കാണുന്നതാ കേട്ടോ. ഞങ്ങൾ കുഞ്ഞിലെ കളിക്കാനായിട്ട് ഇതൊക്കെ നല്ല വൃത്തിയാക്കി ഞങ്ങൾ വെക്കുമായിരുന്നു. ഇപ്പൊ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ മുത്തശ്ശി മാവിലുള്ള കൊടിയിൽ ഇത്രയും കുരുമുളക് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നേ. ഏറ്റവും മേളിലൊക്കെ ആയത് കാരണം ആരും ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് 2-3 കരിക്കൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്ലും കൊണ്ട് ഉണ്ടാക്കുന്ന മിക്കവരും കണ്ടിട്ടുണ്ടാകും. ഈ ഒരു റബ്ബർ തോട്ടത്തിലൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെയാണേ.